ബഷീറിൻ്റെ രചനകളിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കഥയാണ് പൂവൻപഴം. പൂവൻപഴം കഥയുടെ ഒരു ആസ്വാദനക്കുറിപ്പ് കേൾക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 1948 പ്രസിദ്ധീകരിച്ച ചെറുകഥാസമാഹാരമാണ് വിഡ്ഢികളുടെ സ്വർഗം. 6 ചെറുകഥകൾ അടങ്ങിയ സമാഹാരത്തിലെ ഒരു കഥയാണ് പൂവൻപഴം. 3 ഭാഗങ്ങളിലായാണ് കഥ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ വിവാഹത്തിന് മുൻപുള്ള കാര്യങ്ങളും, രണ്ടാമത്തേതിൽ വിവാഹശേഷമുള്ള സംഭവങ്ങളും, മൂന്നാമത്തെ ഭാഗത്ത് തങ്ങളുടെ വാർദ്ധക്യകാലവുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളെയാണ് കഥ അർത്ഥവത്താക്കുന്നത്. അബ്ദുൽ ഖാദർ, ജമീല ബീവി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. താൻ ജോലി ചെയ്യുന്ന ബീഡി കമ്പനിയിലെ ഉടമസ്ഥൻ്റെ മകളായ ജമീലയെ വിവാഹം കഴിക്കുകയും സ്നേഹസാഫല്യം നിറഞ്ഞ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ജമീല ബീവി ആദ്യമായി തൻ്റെ ഭർത്താവിനോട് പൂവൻപഴം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അബ്ദുൽ ഖാദർ പൂവൻപഴം അന്വേഷിച്ചപ്പോൾ അത് കിട്ടാതെ വരികയും അതിനു പകരം നാരങ്ങ വാങ്ങി നൽകുകയും ചെയ്യുന്നു. പൂവൻപഴത്തിനു പകരം നാരങ്ങ വാങ്ങി നൽകിയതിൻ്റെ പേരിൽ അവരുടെ ഇടയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ പെരുപ്പിച്ചു കാണിക്കുകയാണ് കഥ. മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും എതിർപ്പുകൾ അവഗണിച്ച് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞതിനു ശേഷമാണ് അബ്ദുൽ ഖാദർ ജമീലയെ വിവാഹം കഴിച്ചത്. എന്നിരുന്നാലും ഒരു മാന്യനാകാനും പെരുമാറ്റത്തിൽ മാറ്റം വരുത്താനുമുള്ള അവളുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കാൻ അയാൾ പാടുപെടുന്നു. ബുദ്ധിയിലും ധാരണയിലും ഒരു പടി മുന്നിലാണ് ബഷീറിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾ. മജീദിനേക്കാൾ സുഹറ. പൂവൻപഴത്തിനു പകരം അയാൾ കൊണ്ടുവന്ന നാരങ്ങ അവൾ ആദ്യം നിരസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പൂവൻപഴത്തിനാണ്, നാരങ്ങയ്ക്കല്ല. എനിക്കിത് വേണ്ട. അവളുടെ എതിർപ്പും കിട്ടാത്തതിനു വേണ്ടിയുള്ള ശാഠ്യവും അയാളുടെ കഴിവിലപ്പുറമുള്ളതിനുള്ള മോഹവും അയാളെ കുപിതനാക്കുന്നു. സ്വേച്ഛയുടെ ചെറിയ ശകലങ്ങൾ അവളിൽ ബാക്കി കിടക്കുന്നത് അയാളെ അസ്വസ്ഥനാക്കുന്നു. നിന്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ ഇഷ്ടത്തിലാണ് നീ ജീവിക്കുക. നാരങ്ങ പൂവൻപഴമാകുന്നതുവരെ അയാൾ അവളെ മർദ്ദിക്കുന്നു. അവൾ കീഴടങ്ങുന്നു. നാരങ്ങ കയ്യിലെടുത്ത് അയാൾ ചോദിക്കുന്നു, ഇതെന്താണ്? പൂവൻപഴം, അവൾ പറയുന്നു. അവളിലെ ഇച്ഛയെ അക്ഷരാർത്ഥത്തിൽ അവൻ അടിച്ചമർത്തുകയാണ്. സ്ത്രീയെ പൂർണ്ണമായി വിജയിച്ചതിൻ്റെ കഥ മാത്രമല്ല, താൻ എന്താണ് ചെയ്തതെന്ന് ശരിയായി മനസ്സിലാക്കാൻ വേണ്ട വിവേകമില്ലാത്ത പുരുഷനും യൂണിയൻ നേതാവുമായ ഒരാളുടെ കഥ കൂടിയാണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.